മോതയുടെ കഷ്ണമാണ്, മുള്ളൊന്നും ഇല്ലാതെ വെട്ടിയെടുത്താണ്. നന്നായിട്ട് ഒരേ രീതിയിലെല്ലാം ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് കനവായിട്ട് അതുകൊണ്ട് ഈ ഒരു രീതിക്ക് നമ്മൾ കഴുകി വെച്ചാൽ, പക്ഷേ എന്നാലും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കും. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് പച്ചവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ്, കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുക. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മീനെല്ലാം കൂടെ പിറക്കി ഇതിനകത്തോട്ട് ഇടും. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട്. കണ്ടോ, ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തന്നെ അങ്ങ് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിടുകയാണ്. 1 ടീസ്പൂൺ അളവിൽ മുളക് ഇങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്നു. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ, ഒരു 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചങ്ങോട്ട് ഇട്ടു. ചേർന്ന് നാരങ്ങ, ഒരു നുള്ളു ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. വൈറ്റ് പേപ്പർ അതുണ്ടെങ്കിൽ ഒരല്പം ചേർക്കുക. എൻ്റെ കയ്യിലുണ്ടാവുകൊണ്ട് ഞാൻ ഷാര ഇടുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അടച്ച് വിടുകയാണ്. ഒരു 10-20 മിനിറ്റ് എങ്കിലും ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 5-8 ബ്രെഡ് എടുക്കുക. ഇതേപോലെ ഒരു ജാറിൻ്റെ അകത്തോട്ട് ഇതങ്ങോട്ട് പിച്ചി കയറി അങ്ങോട്ട് ഇടുക. ഇതങ്ങോട്ട് കുടഞ്ഞങ്ങോട്ട് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഈ മീൻ ഇങ്ങോട്ട് എടുക്കുക. ഒന്നുകൂടെ ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്ന് ഈ പൊടിക്കകത്തോട്ട് വെച്ച് ഇങ്ങനെ പുരട്ടി അങ്ങോട്ട് എടുക്കും. ഇതേപോലെ അങ്ങോട്ട് വെക്കുക. ഇനി നമുക്ക് ഫിഷ് ഫിംഗർ റെഡിയാക്കാം. ഈ പാൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഓരോന്നോരോന്ന് പറക്കി അങ്ങോട്ട് ഇടാം. 1-2 പ്രാവശ്യമൊക്കെ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇത് ഇട്ട് കൊടുക്കണം. ഇത് വേണ്ട, ഇപ്പോൾ റെഡി ആയിട്ടില്ലേ? ഇപ്പോൾ റെഡി ആയതിനു ശേഷം എണ്ണ നിർത്തി ഓരിയിട്ടു. ഇനി ഇതേപോലെ തന്നെ ബാക്കിയൂടെ നമുക്ക് പിറക്കിയിട്ട്, അപ്പോൾ ഫിഷ് ഫിംഗർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആയിട്ടുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിക്കൊക്കെ ആയിരിക്കും. പക്ഷേ എന്ത് പറഞ്ഞാലും സംഭവം നല്ല ടേസ്റ്റ് തന്നെ. സോസ് ഇല്ലാതെയും സോസ് കൂട്ടിയൊക്കെ കഴിച്ചു നോക്കി, ഒരു രക്ഷയില്ല, പൊളി സാധനം.